നമസ്കാരം. രണ്ടാം ബാർക്കോഴയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ UDF ഭരണകാലത്ത് നടന്ന ബാർക്കോഴയുടെ തനി ആവർത്തനമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബാർക്കോഴയുടെ വിശദ വിവരങ്ങൾ പുറത്തുവന്ന് 5 ദിവസം കഴിയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആധികാരികമായി വ്യക്തമാക്കേണ്ട ആൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിലവിലുള്ള സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തി പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്നെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് പറയേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. കാരണം ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ബാർ ഉടമകളുമായി യോഗം നടത്താനെടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ടൂറിസം വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇടപാടിൽ CPM-നും മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറാവാത്തത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. ഉണ്ടായ സത്യം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം. പാർട്ടിയുടെയും സർക്കാരിന്റെയും അറിവോടെയാണോ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനുമെല്ലാം ഉള്ള ആശയങ്ങൾ ചർച്ച ചെയ്തത്? സർക്കാരിന്റെ നയമാറ്റം അതിനപ്പുറത്തേക്ക് കൂടി കടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കാനടക്കം തീരുമാനമെടുത്തിരുന്നുവെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യവൽക്കരിക്കാനടക്കമുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കപ്പെടുകയുണ്ടായി. അതെല്ലാം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ താന്താങ്ങളുടെ വകുപ്പുകൾ തീരുമാനിച്ചത് മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ? സംസ്ഥാന മന്ത്രിസഭയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? നിരവധി പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന മന്ത്രിസഭ എക്സൈസ് വകുപ്പിനെയും ടൂറിസം വകുപ്പിനെയും ഇങ്ങനെ ബാർ ഉടമകളുമായി ആശയവിനിമയം നടത്താനുള്ള തീരുമാനം എടുത്തിരുന്നോ? ഇക്കാര്യത്തിൽ CPI എന്താണ് അഭിപ്രായം പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഇത് അറിഞ്ഞിരുന്നോ? മന്ത്രിസഭയിൽ ഔപചാരികമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നോ? മദ്യനയം മാറ്റാൻ സർക്കാരിന്റെ ഔപചാരിക തീരുമാനം ഉണ്ടായിരുന്നോ? ഇതെല്ലാം വ്യക്തമാക്കപ്പെടേണ്ടതാണ്. കാരണം ഇത് കേവലമായിട്ടുള്ള ഒരു പണപ്പിരിവ് മാത്രമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഔപചാരികമായ തീരുമാനം എന്താണ്? മന്ത്രിസഭാ യോഗം അറിഞ്ഞുകൊണ്ടാണോ ടൂറിസം വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും യോഗം നടന്നത്? എന്തുകൊണ്ടാണ് ആ യോഗം ഓൺലൈനായിട്ട് നടത്തിയത്? ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമാക്കാൻ ഉത്തരവാദിത്വമുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി മൗനം വെടിഞ്ഞ് ഉണ്ടായ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് നിർദ്ദേശം നൽകിയതാവട്ടെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ്. ആരോപണം ഉയർന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെയാണ്. ആരോപണം ഉയർന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിക്കെതിരെയാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുമെന്ന് കരുതാൻ എന്താണ് ന്യായമുള്ളത്? അതുകൊണ്ട് സത്യം പുറത്തു വരാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സത്യം വെളിച്ചത്തോണ്ട് വരാൻ
രണ്ടാം ബാർക്കോഴയുടെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവും. അല്ല, അത് നേരത്തെ പറഞ്ഞതാണല്ലോ. മന്ത്രി എം പി രാജേഷ് ഇതെല്ലാം കഴിഞ്ഞ് വിദേശത്ത് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നത് ദുബായ് വഴിയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വേറെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്നവരെല്ലാം ദുബായ് വഴിയാണ്. നോക്കൂ, എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് എം പി രാജേഷ് എടുത്തത്. ഈ മഴക്കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ഒരു നഗരത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ. കേരളത്തിൽ ഒരിടത്തും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുക. പകർച്ചവ്യാധികൾ പടരുകയാണ്. ഒരു സ്ഥലത്തും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മഴ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്, ആ വകുപ്പാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. ഇത്തവണ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഇതിനുവേണ്ടി ഒരു കാര്യം നടന്നിട്ടില്ല. തിരുവനന്തപുരം നഗരം അടക്കം പലയിടത്തും വെള്ളം കയറി, വെള്ളക്കെട്ട് ഏതാണ്, യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് പോലെ അത്ര മാലിന്യം നിറഞ്ഞിരിക്കുക. കൊച്ചിയിലെ മുഴുവൻ വെള്ളക്കെട്ട്. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലും സർക്കാരിന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. സാധാരണ ഒരു കൊതുക് നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ടെങ്കിലും പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത്തവണ കേരളത്തിൽ എവിടെയെങ്കിലും കൊതുകുകളെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം തദ്ദേശ സ്ഥാപനം നടത്തിയത്? ഈ ഒരു സന്ദർഭത്തിലാണ് മന്ത്രി എം പി രാജേഷ് ഈ കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി നേരെ വിദേശത്ത് പോയിരിക്കും. ഏത് രാജ്യത്താണ് പോകുന്നത്? ഗവർണർ അറിയുന്നില്ല മന്ത്രിമാര് പോകുന്നത്, കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നില്ല. മന്ത്രിമാർ തോന്നിയ പോലെ രാജ്യം വിടുകയാണ്. ഇത് CPM-ന്റെ കാലത്ത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. LDF ഭരണകാലത്ത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവർക്ക് എവിടേക്കാണ് പോകുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആൾക്കാർ ഇവിടെ ഇല്ല. മഴക്കെടുതികളുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ ഒരു നടപടിക്കും ആളില്ല. എം പി രാജേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഉന്നയിച്ചത്. ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള ഒരു പോരായ്മ എന്താണെന്നറിയോ? അതിന് ഏതെങ്കിലും ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെക്കും. ഈ UDF-ന്റെ എനിക്ക് അറിഞ്ഞൂടെ എന്താണ് UDF ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു പണിയില്ലാത്ത ജഡ്ജിയെ എവിടെ നിന്നും കൊണ്ടുവെക്കും. എന്നിട്ട് അതിങ്ങനെ 4-5 കൊല്ലം അതിങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് എന്താവും? ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. നയം മാറ്റാനാണ് അവിടെയും കുഴ വാങ്ങിയത്. ഞാൻ വാർത്ത വായിച്ചു. അന്വേഷിക്കുക, ആ വിഷയം ഗൗരവമായിട്ട് അന്വേഷിക്കും. പാർട്ടി വിശദമായിട്ട് അത് പരിശോധിക്കും. അതേന്ന് ഞാൻ ഒരു വാർത്ത കണ്ടു. അങ്ങനെ ഒരു സംഭവം കേസെടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെയാണ്. അപ്പൊ എനിക്ക് അന്വേഷിക്കണ്ടേ? ഞാൻ CPM കമ്മീഷനൊന്നുമില്ല. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു നടപടിയെടുക്കും. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ CPM കോൺഗ്രസ് പോലെയല്ല BJP. ഇല്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ. ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഞാനത് കണ്ടു. പിന്നെ ഒരു സ്ഥലത്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് നോക്കി, ഇതിൽ നടന്നത് എന്താണെന്ന് നോക്കിയിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ശക്തമായിട്ടുള്ള നടപടി പാർട്ടി സ്വീകരിക്കും. അല്ല, നിങ്ങളിപ്പോൾ ഒരു കാര്യം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ള പാർട്ടിക്കാർ അവരുടെ അന്വേഷണമൊക്കെ എന്തായി? ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ഈ വസ്തുത ശരിയാണെങ്കിൽ ഇതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും. അത്രയും പറയുന്നത് എന്നെ ക്രൂശിക്കണം. ഞങ്ങളുടെ നേതൃയോഗം ഉടനെ ചേരും.
തെരഞ്ഞെടുപ്പിനെ പറ്റിയൊന്നും ആർക്കും ചോദിക്കാനില്ലേ? വടകരയില് എന്തിന്? വർഗീയത ഉണ്ടാക്കിയവർ തന്നെയാണ് ഈ യോഗം നടത്തുന്നത്. പച്ച വർഗീയതല്ലേ വടകരയിൽ നടന്നത്? നിങ്ങൾക്കൊന്നും ഒരു വികാരം ഉണ്ടായില്ലേ? പച്ച വർഗീയത ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വർഗീയ ആരോപണം ഉന്നയിക്കുന്നവര് കേരളത്തിലെ ഞങ്ങള് ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു ആരോപണം BJPക്കെതിരെ വരുന്നു വന്നിട്ടില്ല. എന്തുമാത്രം പച്ചയായ വർഗീയ പ്രചാരണമാണ് വടകരയിൽ നടന്നത്. ഏതെങ്കിലും ഒരു മുന്നണി ആ കാര്യത്തിൽ നല്ലതെന്ന് പറയാനില്ലല്ലോ. സർവകക്ഷി യോഗം ക്രമസമാധാനം നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോ വലിയ തോതിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടി വരുന്നത്, മുൻകൂട്ടി കാണുന്നതെന്ന് തന്നെ ഒരു പുതിയ പ്രതിഭാസം. ഭരിച്ചു മതേതര കക്ഷികൾ എന്ന് പറയുന്നവർ ഈ നിലയിൽ നമ്മുടെ നാടിനെ എത്തിച്ചു. അതാണ് അതിന്റെ ശരിയായ വശം. BJP നല്ല ശുഭപ്രതീക്ഷയിലാണ്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ കണക്ക് കൂട്ടിയ സീറ്റുകളിലെല്ലാം വിജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്. ഞങ്ങളൊരു സീറ്റുകൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അല്ല, അന്വേഷണം മടിയിൽ കനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അന്വേഷിക്കാൻ വിടാലോ. അല്ല, ഇതിപ്പോ 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇനി പലതരത്തിൽ എത്ര നമുക്ക് കാര്യങ്ങൾ സമയമുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച പല കേസുകളും കേന്ദ്ര ഏജൻസികൾ ഇപ്പൊ അന്വേഷിക്കുന്നില്ലേ? എന്താ ഇത് ആദ്യമായിട്ട് സംഭവമാണ്? ഈ പ്രതിപക്ഷം ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് എന്താണെന്നാണ് എനിക്ക് അപ്പോഴും മനസ്സിലാവാത്തത്. ഓക്കെ, താങ്ക് യു. എന്തിന്? ഇല്ല, അറിഞ്ഞില്ല. എന്താണ്? നിങ്ങൾ തന്നെയല്ലേ ഫാസിസവും ജനാധിപത്യമൊക്കെ ഇവിടെ നമ്പർ 1 ആളാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ല ഷീതെ? ജനാധിപത്യമൊക്കെ പൂത്തുലയല്ലേ ഇവിടെ, പത്രസ്വാതന്ത്ര്യമൊക്കെ. അതുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം. പറയുന്നത് അവിടെ ഫാസിസം, ഇവിടെ ഫാസിസം എന്നൊക്കെ പറയും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഗവൺമെന്റ് നടപ്പാക്കുന്നത്. എല്ലാ വകുപ്പിലും കൈയിടുന്ന ഒരാളല്ലേ കോഴിക്കോട്ടുള്ളത്. മറ്റുള്ള മന്ത്രിമാരൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എല്ലാ വകുപ്പിലും കൈയിട്ട് വാരുന്ന ആള് മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തിനാണ് എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലായില്ല? സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലും ഭരണം നടത്താനുള്ള ഭരണഘടനാ ബാഹ്യമായ അധികാരങ്ങൾ കയ്യിലുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. ഇപ്പൊ തന്നെ അദ്ദേഹം ഒരു നിഴൽ മുഖ്യമന്ത്രിയാണ്. അല്ല, അവര് രണ്ടുപേരും എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു യോഗം നടത്തുന്നത്? അവർക്ക് എന്താ അധികാരം? സർക്കാരിന്റെ തീരുമാനമാണെങ്കിൽ 2 മന്ത്രിമാർ അവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം യോഗം നടത്തുകയാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്.